ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി മുത്തശ്ശിയും കാത്തു നിൽക്കാണ്. മുത്തശ്ശിയെ കാണാനില്ല. ഇവിടെ വന്ന എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു റിഹേഴ്സൽ പോലും നോക്കാതെ എങ്ങനെ ഇത് പെർഫോം ചെയ്യും എന്നൊക്കെ ചോദിച്ചു നിൽക്കാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അവിടേക്ക് ഒരു ലേഡി വരുന്നുണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ആള് വന്നില്ലേ? ഇല്ല, മുത്തശ്ശി ഇപ്പോൾ വരും, നമുക്ക് ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ സ്റ്റേജിലേക്ക് തള്ളിവിടുന്നു. സ്റ്റേജിൽ കയറിയ ശ്രുതി ആകെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങ് അഭിനയിക്കുക തന്നെയാണ് കേട്ടോ. രമണ 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 നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓഡിയൻസിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, എടോ രമണോ, താൻ എവിടെ പോയതാടോ? വീണ്ടും നമ്മുടെ ശ്രുതി, രമണ ഞാൻ എത്ര നേരമായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നീ എന്താ വരേണ്ട നേരമായിട്ടും വരാത്തത്? രമണ നീ എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് നമ്മുടെ ശ്രുതിയാണെങ്കിൽ സ്റ്റേജിൻ്റെ അറ്റത്ത് പോയിട്ട് മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിക്കുകയാണേ. അപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, രമണനും മുത്തശ്ശി ഒരുമിച്ചാണ് വരുന്നത്, അതേത് കഥയാ? രമണ എൻ്റെ പ്രാണനാഥ നീ എന്താ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വീണ്ടും മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിക്കുമ്പോൾ ഓഡിയൻസിലെ ഒരു ലേഡി പറയുന്നുണ്ട്, രമണനാണോ മുത്തശ്ശിയാണോ വരുന്നത്, ആരെയാ ഈ നോക്കുന്നത്? അപ്പോൾ വേറൊരാൾ പറയും, രമണനൊക്കെ ഓടി രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അശ്വിനെ വിളിച്ചിട്ട് സ്റ്റേജിൽ രമണനായിട്ട് കയറാൻ വേണ്ടിയിട്ട് പറയാണ്, എന്താ മുത്തശ്ശി എനിക്കിതൊന്നും പറ്റില്ല, മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് പറ്റില്ല പറ്റില്ല എന്ന് തന്നെ പറയാട്ടോ. അശ്വിൻ കുഞ്ഞാ, നീ നമ്മുടെ കുടുംബം മാനം കെട്ടോട്ടെ എന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കയറുന്നതിലും നല്ലത് നിനക്കെന്താ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് കയറിയാൽ? മുത്തശ്ശി എനിക്കിതൊന്നും വശമില്ല മുത്തശ്ശി, ഒരു റിഹേഴ്സൽ പോലും എടുക്കാതെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, നിനക്കറിയുന്ന കഥയല്ലേ രമണന്റെയും ചന്ദ്രികയുടെയും, എത്ര തവണ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ആട് മേയ്ക്കാൻ പോകുന്ന രമണനെ കാത്തു നിൽക്കുന്ന ചന്ദ്രികയുടെ ഭാഗമാണ് ശ്രുതി അവിടെ അവതരിപ്പിക്കുന്നത്. ആട് മേയ്ക്കാൻ നിന്റെ കൂടെ വരണ്ട എന്ന് മാത്രം നീ പോയി പറഞ്ഞാൽ മതി. അതൊന്നും പറ്റില്ല മുത്തശ്ശി. എന്നാ ഇതാ അവിടെ നിന്റെ കാറിന്റെ കീ കിടപ്പുണ്ട്, നീ അതും എടുത്ത് ഇറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞ് ചൂടായി അങ്ങ് പോവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ എല്ലാ മനസ്സോടെ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവിടെ നിന്ന് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രമണ എൻ്റെ പ്രാണനാഥ നീ എവിടെ പോയിരിക്കുകയാണ്, ഞാൻ എത്ര നേരമായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ ഓഡിയൻസിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ രമണൻ സ്ഥലത്തില്ലേ? ഏയ് രമണ എവിടെ പോയി കിടക്കാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പൊ ശ്രുതിക്ക് വല്ലാതാവാണേ. ഇനി എന്തായാലും പിടിച്ചു നിൽക്കാതെ പറ്റില്ല, മുത്തശ്ശി വന്നാലും വന്നില്ലെങ്കിലും ശരി, ഞാനെങ്കിലും എങ്ങനെയെങ്കിലും അഭിനയിച്ച് ഇത് വിജയിച്ച് എടുപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി. എത്ര സമയം എടുത്താലും എൻ്റെ പ്രാണനാഥ നിന്നെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഓഡിയൻസ് ഭയങ്കര ചിരിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് എത്താണേ. ശ്രുതി ഇതൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ലേഡി വിളിച്ചറിയുന്നുണ്ട്, രമണൻ വന്നേ രമണൻ വന്നേ. അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് നോക്കുമ്പോൾ അശ്വിൻ സാറോ എന്ന് പറഞ്ഞ് അങ്ങ് എണീക്കുകയാണേ. എണീറ്റ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ അശ്വിൻ പറയും, എനിക്കൊന്നും അറിയില്ല, എന്നെ മുത്തശ്ശി പറഞ്ഞു വിട്ടതാ, നീ നിന്റെ ഡയലോഗ് വെച്ച് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിക്കോ എന്ന് പറയുമ്പോഴും ഓഡിയൻസിൽ ഒരാൾ പറയുന്നുണ്ട്, എന്താ ചന്ദ്രികയെ രമണൻ വന്നിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ മുതൽ നമ്മുടെ ശ്രുതി അഭിനയിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ കരയാണ് കേട്ടോ. കരച്ചിലങ്ങ് തുടങ്ങുമ്പോൾ നമ്മുടെ അശ്വിനാകെ വല്ലാണ്ടാവാണ് കേട്ടോ. ശ്രുതി കരയല്ലേ, എന്തിനാ ചന്ദ്രികയെ നീ ഇങ്ങനെ കരയുന്നത്? എൻ്റെ പ്രാണനാഥ എനിക്കറിയില്ല, നിങ്ങൾ വരാഞ്ഞിട്ടുള്ള സങ്കടാണോ അതേ നിങ്ങളെ കണ്ടിട്ടുള്ള സന്തോഷത്തിന്റെ കണ്ണീരാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം എന്ത് വേഗത്തിലാണ് മിടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ഡയലോഗാണ് കേട്ടോ. അങ്ങനെ അശ്വിനും ശ്രുതിയും സൂപ്പറായിട്ടാട്ടോ അഭിനയിക്കുന്നത്. പിന്നീട് നമ്മുടെ അശ്വിനും ശ്രുതിയും നാടകത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്കൊരു പോക്കാണ് കേട്ടോ. അപാര അഭിനയമാണ്. അപ്പോൾ ചന്ദ്രിക ആട് മേയ്ക്കാൻ രമണന്റെ കൂടെ ചെല്ലാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, പിന്നീട് ഒരിക്കൽ ഞാൻ നിന്നെ കൊണ്ടുപോവാന്ന് പറയാണ്. അങ്ങനെ ആ പെർഫോമൻസിന് ശേഷം എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ആങ്കേഴ്സ് വന്നിട്ടും ഇവരിങ്ങനെ പിടിവിടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അവര്. അങ്ങനെ പെട്ടെന്ന് തന്നെ അശ്വിനും ശ്രുതിയും പുറത്തേക്ക് പോവാണേ. അപ്പോൾ അശ്വിൻ അങ്ങ് പോകുന്ന സമയത്ത് ശ്രുതി, അശ്വിൻ സാർ പെർഫോമൻസ് ഉഗ്രനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങ് പോവാട്ടോ. അതെ, നിങ്ങളെന്താ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ തിരിഞ്ഞു പോകുന്നത്? നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കില്ലേ? അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാഞ്ഞാലും എനിക്ക്
നിങ്ങൾ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, അതൊരു തവണ കൂടി ഒന്ന് പറയോ? ഇന്ന് മുഴുവൻ എന്നെ ഓർത്തിരിക്കും, നിങ്ങളുടെ പ്രണയം മുഴുവൻ എന്നൊക്കെ പറയുമ്പോഴേക്കും വാട്ട് ദ ഹെൽ, അതൊന്നും എൻ്റെ വാക്കുകളല്ല, അതൊക്കെ ആ ക്യാരക്ടറിൻ്റെ വാക്കുകളാ. അല്ല, അതെല്ലാം നിങ്ങൾ പറയുന്നതായിട്ടാ എനിക്ക് തോന്നിയത് എന്ന് ശ്രുതി പറയുമ്പോൾ, അങ്ങനെ നിനക്ക് തോന്നിയാ ഞാനെന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്ന സമയത്ത് ശ്രുതി പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാതെ പോവുകയാണെങ്കിൽ അങ്ങ് പോയിക്കോ എന്ന് പറയുമ്പോൾ അതുപോലെ ചെയ്യാണ് കേട്ടോ അശ്വിൻ. അങ്ങ് പോകും. അപ്പൊ അവിടെ നിന്ന് ശ്രുതി പറയും, ഇയാൾ എന്ത് സ്വഭാവക്കാരനാ, കൊല്ലാൻ വിളിച്ചാലും വളർത്താൻ വിളിച്ചാലും കിയോ കിയോ എന്ന് പറയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്